അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. എന്താ പറയുക, അപകട മരണങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഇന്ന് റോഡിൽ ഇറങ്ങാൻ പോലും പേടിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരുപാട് മരണവാർത്തകൾ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. അതിൽ ചുരുക്കം പേരുടെ മാത്രമേ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നുള്ളൂ. അത് ഇതുപോലുള്ള മരണത്തെക്കുറിച്ച് അറിയുവാനാണ്. പലതരത്തിലാണ് ആളുകൾ മരണപ്പെട്ടു പോകുന്നത്. നമ്മുടെയൊക്കെ ഓരോ നിമിഷത്തിലും നമ്മുടെ കൂടെയുള്ളത് മരണമാണ്. അത് നമ്മുടെ ഓർമ്മയിൽ വെക്കണം. എന്നും മരണത്തെക്കുറിച്ച് ചിന്തിക്കണം. മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതവും മരണവും അവിടെ സന്തോഷത്തിലാകും. പടച്ചറബ്ബ് സന്തോഷത്തിലാക്കി തരട്ടെ. മരിക്കുന്ന നേരത്ത് പടച്ചറബ്ബ് നമ്മുടെയൊക്കെ കൽബിൽ ഈമാൻ നിലനിർത്തട്ടെ. ഇന്ന് ആളുകൾ പലതരത്തിലാണ് മരണപ്പെട്ടു പോകുന്നത്. കളിക്കുന്ന കളിയിലും ചിരിക്കുന്ന ചിരിയിലും നടക്കുന്ന നടപ്പിലും അവർ തന്നെ അറിയാതെ അവർ മരണപ്പെട്ടു പോവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. മെനഞ്ഞാന്ന് നടന്നിരിക്കുന്നത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ്. അങ്ങനെ തന്നെയാണ് മരണം. ഫാത്തിമ സൂറ എന്ന ഈ ഒരു സഹോദരിയുടെ മരണം. ഈ സഹോദരി മരണപ്പെട്ടിരിക്കുന്നത് ഫാത്തിമ സൂറ എന്ന ഈ ഒരു സഹോദരിയും ഇവരുടെ മോനെന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. പാവം ആ മോൻ ഒറ്റക്കായിരിക്കുകയാണ്. ഉമ്മയില്ലാത്ത ജീവിതം. പടച്ചറബ്ബ് നമ്മുടെയൊക്കെ ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഫാത്തിമ സൂറയും മോനും മെനഞ്ഞാന്ന് ശനിയാഴ്ച വൈകുന്നേരം കൊപ്പം ഭാഗത്ത് നിന്നും വിളയൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. എന്തോ ആവശ്യത്തിന് പോകുന്നതായിരിക്കും. എന്തൊക്കെയോ ആവശ്യങ്ങളായിരിക്കും, എന്തൊക്കെയോ സ്വപ്നങ്ങളായിരിക്കും, എന്തൊക്കെയോ പ്രതീക്ഷകൾ വെച്ചുള്ള ആ ഒരു യാത്ര. മോനെയും ബാക്കിലിരുത്തിയായിരുന്നു പോകുന്നത്. ഉമ്മയും മോനും സഞ്ചരിച്ച ആ ഒരു സ്കൂട്ടർ അവിടെയുള്ള പോലീസ് സ്റ്റേഷന്റെ മുന്നിലെത്തിയപ്പോൾ ഒരു നിയന്ത്രണം വിട്ടു വരുന്ന ഒരു മിനി ലോറി ഇവരുടെ സ്കൂട്ടറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. യാ അല്ലാഹ്, എല്ലാം പെട്ടെന്ന് സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റ ഫാത്തിമ സൂറയെ ഉടനെ തന്നെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷെ അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. അവർ മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഫാത്തിമക്കൊപ്പം സഞ്ചരിച്ച ഫാത്തിമയുടെ മകൻ അൽഹംദുലില്ലാ നിസാര പരിക്കുകളോടെ ആ മോന് രക്ഷപ്പെട്ടു. ആ മോന് ഉമ്മയില്ലാതായിപ്പോയി. മരണപ്പെട്ട ഫാത്തിമ കണ്ടത്തോടി കാസിം എന്ന് പറയുന്ന ഒരാളുടെ ഭാര്യയാണ്. ഫാത്തിമ സൂറക്ക് 42 വയസ്സാണ്. ഒരു നിമിഷത്തെ അശ്രദ്ധ, അമിത വേഗത, ഇതൊക്കെ കാരണം ഒരു കുടുംബത്തിൻ്റെ ജീവനും ജീവിതവുമാണ് ഇല്ലാതായി പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം. ആ ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണെന്ന് ആളുകൾ പറയുന്നുണ്ട്. എന്താ ചെയ്യുക? ഇവർ സഞ്ചരിച്ച ബൈക്കിനെ മാത്രമല്ല ആ ലോറി ഇടിച്ചത്. അവിടെ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിർത്തിയിട്ട ഒരുപാട് വാഹനങ്ങളിൽ ഇടിച്ചാണ് ആ ഒരു മിനി ലോറി നിന്നതത്രേ. പ്രിയപ്പെട്ടവരെ, വണ്ടിയിൽ നിന്നും ഉറക്കം വരികയാണെങ്കിൽ സ്റ്റോപ്പ്, അവിടെ നിർത്തുക. ഉറക്കം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്, ഒരു മരണം പോലെയാണ്. നമ്മൾ ഉറങ്ങില്ല എന്ന് നമുക്ക് തോന്നും, പക്ഷെ നമ്മൾ ഉറങ്ങിപ്പോകും. അങ്ങനെയാണ് ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നത്. ഒരിക്കലും ഇതുപോലൊന്നും ചെയ്യല്ലേ. ഒരു ജീവനാണ് ഇല്ലാതായത്, ഒരു കുടുംബമാണ് കണ്ണീരിലായിപ്പോയത്. പാപം ആ മോന് ഉമ്മയില്ലാതായി. അവർക്ക് വേറെ മക്കളുണ്ടോ എന്നറിയില്ല. പടച്ചറബ്ബ് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. വേറൊരു മോനും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഇതുപോലെ തന്നെ ബൈക്ക് അപകടം. ഈ ഒരു മോനാണ് മരണപ്പെട്ടത്. നല്ലൊരു ചെറിയൊരു ചെറുപ്പക്കാരൻ. പടച്ചറബ്ബേ, എല്ലാ മക്കളെയും തൊട്ട് പടച്ചറബ്ബ് കാക്കട്ടെ. ഇപ്പോഴത്തെ മക്കൾക്കൊന്നും പേടിയില്ലാന്നേ, ഒന്നിനോടും ഭയമില്ല, ശ്രദ്ധയുമില്ല. പടച്ചറബ്ബിൻ്റെ വിധിയാണെന്നൊക്കെ ആളുകൾ പറയും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. കുറച്ച് പേടിയൊക്കെ ആകാം. പേടി എന്ന് പറയുന്നത് നമുക്ക് ഒരു സുരക്ഷിതം നൽകും. സംഭവിക്കില്ല എന്നല്ല, സംഭവിക്കുമെന്നുള്ളൊരു ഭയമാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് സുരക്ഷിതത്വം നൽകും. ഈ ഒരു മോന് മരണപ്പെട്ടു. മുഹമ്മദ് ഫഹീം എന്ന 18 വയസ്സുകാരൻ. എൻ്റെ ഒരു സ്നേഹിതൻ ഇതുപോലെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വേദന ഇന്നും എൻ്റെ മനസ്സിൽ നിന്നും പോയിട്ടില്ല. അതിനുള്ള കാരണവുമുണ്ട്. അവൻ ഇതുപോലെ ആക്സിഡൻ്റായി മരണപ്പെട്ടതൊന്നല്ല, പക്ഷെ ബൈക്കിൽ നിന്ന് തന്നെയാണ് മരണപ്പെട്ടത്. അമിത സ്പീഡിൽ പോയിട്ട് മരണപ്പെട്ടതൊന്നല്ല. ഞാൻ പറയുന്നതൊന്ന് കേൾക്കോ. ബൈക്കിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് തീർച്ചയായും ധരിക്കണം കേട്ടോ. എൻ്റെ സ്നേഹിതൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ആ വേദന എനിക്ക് മാറുന്നില്ല. ഞാൻ ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് സങ്കടം വരികയാണ്. അവൻ ബൈക്കിൻ്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുകയാണ്. ബൈക്ക് തന്നെ ഓട്ടിക്കാൻ അവനക്ക് അറിയില്ല. ഏതോ ഒരു ബൈക്കിൽ ലിഫ്റ്റ് ചോദിച്ചു പോവുകയായിരുന്നു. ലിഫ്റ്റ് ചോദിച്ചു പോകുന്നതായതുകൊണ്ട് തന്നെ ഇവന് ഹെൽമെറ്റ് ഉണ്ടാവില്ലല്ലോ. ഫ്രണ്ടിലിരുന്നവർ ഹെൽമെറ്റ് ധരിച്ചിരുന്നു. ആക്സിഡൻ്റ് ആയതൊന്നല്ല, വണ്ടി പോകുമ്പോൾ ഒന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ ഇവന് പിന്നിലേക്ക് മറിഞ്ഞു വീണുപോയി. പാവം, ബൈക്കൊന്നും ഓടിക്കാൻ അറിയാത്ത ആളാണ്. അപ്പോൾ ഇരുത്തത്തിലും ആ ഒരു അശ്രദ്ധക്കേട് ഉണ്ടാകും. പൊതുവെ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അവന് ബൈക്കിൽ നിന്ന് മറിഞ്ഞു വീണപ്പോൾ അവന് ഹെൽമെറ്റ് ധരിച്ചില്ല. തല ചെന്ന് റോഡിലേക്ക് ഇടിച്ചു അതിശക്തമായി. വീണതും പിന്നെ അവൻ്റെ ബോധം പോയി. ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും ബ്ലഡ് ഇങ്ങനെ പോവുകയായിരുന്നു. ആ വീഴ്ചയിൽ തന്നെ അവൻ പോയ പോലെയായി. തലയാണ് ഇടിച്ചത്. വേറെ ഒരു പരിക്കും അവൻ്റെ ബോഡിയിലില്ല.
29 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ശരീരത്തിൽ ഒരു പോറല് പോലുമില്ല. തലയാണ് ഇടിച്ചത്. സെക്കൻഡുകൾ വെച്ച് തന്നെ അവിടെയുള്ള ഓട്ടോക്കാര് അവനെ എടുത്ത് ഹോസ്പിറ്റലിലെത്തി. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവൻക്ക് അവിടുന്ന് തന്നെ മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു. തല മരിച്ചുപോയി. വേറെ ബോഡിക്ക് ഒരു കുഴപ്പവുമില്ല. സ്നേഹിതന്മാരായ നമ്മളൊക്കെ അവിടെ ഓടിയെത്തിയപ്പോൾ അവന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയായിരുന്നു ഹോസ്പിറ്റലിൽ. തലയിലൊക്കെ വലിയ കെട്ടുകളായിരുന്നു. ബോഡിക്ക് യാതൊരു പരിക്കുകളുമില്ല. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുപോയി. വേറെ പരിക്കുകളൊന്നും കാണുന്നില്ല. തലക്കൊരു കെട്ടേ കാണുന്നുള്ളൂ. അങ്ങനെ ഞാൻ ഡോക്ടറോട് അന്വേഷിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ് അവൻ്റെ തല മരിച്ചുപോയി എന്ന്. പ്രിയപ്പെട്ടവരെ, മസ്തിഷ്ക മരണം സംഭവിച്ചാൽ പിന്നെ നമ്മൾ ഒന്നിനും കൊള്ളില്ല. ഞാൻ ഡോക്ടറോട് ചോദിച്ചു എവിടെയെങ്കിലും കൊണ്ടുപോയാൽ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന്. ഒരു വഴിയും ഇല്ല എന്ന് പറഞ്ഞു. എല്ലാം ദൈവത്തിൻ്റെ കീഴിലാണെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്കൊന്നും ഇവനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ സാധിക്കുന്നില്ല. 3 ദിവസം വെന്റിലേറ്ററിൽ കിടന്നു. ഡോക്ടർ ഇങ്ങോട്ട് ചോദിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള അവസ്ഥയിലാണ് അവയവദാനം നൽകുന്നത്. എന്ന് വെച്ചാൽ ശരീരത്തിൽ ഒരു പോറലുമില്ല. തല മരിച്ചുപോയി. അതുകൊണ്ടാണ് പറയുന്നത് ഹെൽമറ്റ് ധരിക്കുക. അവൻ ഹെൽമറ്റ് ധരിച്ചിരുന്നുവെങ്കിൽ അവനൊന്നും സംഭവിക്കില്ലായിരുന്നു. വെറുതെയല്ല പോലീസുകാർ പറയുന്നത് ഹെൽമറ്റ് ധരിച്ചുകൊണ്ട് പോകാൻ, തല ബുൾസൈയാകുമെന്ന്. പോലീസിന്റെ കണ്ണ് വെട്ടിക്കാനാണെങ്കിൽ നിങ്ങൾ ആരും ഹെൽമറ്റ് ധരിക്കരുത് കേട്ടോ. ഹെൽമറ്റ് ധരിക്കുകയാണെങ്കിൽ നല്ല ഹെൽമറ്റ് ധരിച്ച് ആ ഒരു ബെൽറ്റും നിങ്ങൾ ഇടുക. ഇതിലൊന്നും ഈ ക്ലിപ്പിടില്ല. എന്നുവെച്ചാൽ ക്യാമറയെ പറ്റിക്കാൻ ചെറിയൊരു തട്ടൽ മതി നമ്മുടെ തലക്ക്. അങ്ങനെ ഒരാഴ്ചയോളം നമ്മൾ അവനെ വെന്റിലേറ്ററിൽ കിടത്തി. അപ്പോൾ ഡോക്ടർമാർക്കാണ് ധൃതി. എന്ത് ചെയ്യണം? വെന്റിലേറ്ററിൽ നിന്ന് എടുക്കട്ടെ. എടുത്താൽ അപ്പോൾ അവൻ്റെ ശ്വാസം പോകും. നമുക്ക് മനസ്സ് വരാത്തത് കൊണ്ട് ഒരാഴ്ച അവനെ വെന്റിലേറ്ററിൽ കിടത്തി. അവസാനം ഏറെ സങ്കടത്തോടെ ഡോക്ടറോട് നമ്മൾ പറഞ്ഞു വെന്റിലേറ്ററിൽ നിന്നും മാറ്റിക്കോളൂ എന്ന്. അവൻ്റെ മരണം വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിക്കുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു ഇത് നമുക്ക് പൈസയാവാമെന്നല്ലാതെ ഈ കിടക്കുന്ന ആൾക്ക് ഒരു ഉപകാരവുമില്ല എന്ന്. പക്ഷെ നമ്മുടെ മനസ്സനുവദിക്കുന്നില്ല. ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. അന്ന് മുതൽ നമ്മൾ കാണുന്നവരോടൊക്കെ ഹെൽമറ്റ് നന്നായി ധരിക്കാനേ നമ്മൾ പറയാറുള്ളൂ. ഹെൽമറ്റിൻ്റെ വില നമ്മുടെ കൂട്ടുകാരൻ നമ്മളെ മനസ്സിലാക്കി തന്നാണ് അവൻ യാത്രയായത്. അവനെ ഈ കാലത്തൊന്നും മറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 18 വയസ്സുകാരനായ മുഹമ്മദ് ഫഹീമും ബൈക്ക് അപകടത്തിലാണ് മരണപ്പെട്ടത്. ഹെൽമറ്റ് ധരിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇങ്ങനെ ഒരു മരണവാർത്തയാണ് നമുക്ക് ലഭിച്ചത്. നല്ലൊരു പൊന്നുമോന് കൊട്ടിള ഓണപ്പറമ്പ് മഹലിൽ താമസിക്കുന്നു. അത്രയൊക്കെ നമുക്ക് വിവരം ലഭിച്ചിട്ടുള്ളൂ. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ആ ഒരു പ്രായത്തിലാണ് ഈ ദുനിയാവിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോകുന്നത്. പടച്ചറബ്ബ പൊന്നുമോന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നീ കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ അപകട മരണത്തിൽ നിന്നും നീ കാക്കണേ റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ. പടച്ചറബ്ബേ, കീറിമുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, അപകട മരണങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് റബ്ബേ. എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. ഈ മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നീ എല്ലാവരെയും കാക്കണേ റബ്ബേ. ഇവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ആ പൊന്നുമോൻ്റെ പൊന്നുപ്പാക്ക് പൊന്നുമ്മാക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണം റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരും ശ്രദ്ധിക്കുക.